മലയോര ജനതയുടെ ഭീതി, സങ്കടം, ദൈന്യത, നിസ്സഹായത, ദുരവസ്ഥ, എത്രയോ വട്ടം ഇതെല്ലാം ചർച്ച ചെയ്തു. അതിന് നിയമസഭാ തലവും പൊതു ഇടങ്ങളും എത്രയോ തവണ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മറ്റൊരു ദുരന്തത്തിലേക്ക് വയനാടിനെ ഈ ഗവൺമെന്റ് വലിച്ചഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലും അതിനുശേഷവും മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളെല്ലാം മല കയറി നിങ്ങളെ വന്ന് കാണുകയുണ്ടായി. കണ്ണീർ കടലിലേക്ക് ഇറങ്ങിയതുപോലെയായിരുന്നു ആ അങ്ങാടിയിൽ ചെന്നപ്പോൾ. എത്രയോ ആളുകൾ ഒലിച്ചുപോയി, അവരുടെ ശരീരഭാഗങ്ങൾ പോലും കണ്ടു കിട്ടിയിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ മരിച്ച ആ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു സമരം എന്ന പോലെ ഒരു പ്രതിഷേധ പരിപാടിയുമായി വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നത്. എന്താണ് ഈ ഒത്തുകൂടലിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പ്രകൃതി ദുരന്തം, മഴക്കാലം നമ്മൾ മുഴുവൻ അനുഭവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ദുരന്തമുണ്ടായതിനേക്കാൾ ഉപരി വയനാടിൽ ദുരന്തമുണ്ടായി എന്ന പ്രചരണത്തോടു കൂടി വയനാട്ടിലെ ഒരു സാധാരണ ചായക്കടയിൽ പോലും കച്ചവടമില്ലാതായി. പണ്ട് വയനാട് കൃഷി മാത്രം കൊണ്ട് ജീവിച്ച ഒരു സ്ഥലമാണ്. ഇന്നത്തെ വയനാട് കൃഷി കൊണ്ട് മാത്രമല്ല, ടൂറിസം വയനാടിന്റെ ഒരു നട്ടെല്ലായിട്ട് മാറി. ഒരൊറ്റ ഹോട്ടലിൽ മുറിയെടുക്കാൻ ആളില്ല, ചായ കുടിക്കാൻ ആളില്ല, കടകളിൽ ആളില്ല, പണിയെടുപ്പിക്കാൻ ആളില്ല. അങ്ങനെ വയനാട് കഴിഞ്ഞ കർക്കടക മാസത്തിന് ശേഷം ഒരു വലിയ ദുരന്ത കാലത്തിൽ കൂടെ കടന്നു പോവുകയായി. അതൊന്ന് മാറി വീണ്ടും ഒരു ജനജീവിതം എന്ന് പറയാവുന്ന തരത്തിൽ ഒന്ന് പച്ച പിടിച്ച് വരികയും കടകളും കച്ചവടങ്ങളും ഒക്കെ ഒന്ന് കൂടി ടൂറിസ്റ്റുകൾ പതുക്കെ മല കയറാൻ തുടങ്ങിയ സമയത്താണ് അടുത്ത അടി വന്നിരിക്കുന്നത്. ഈ അപകടത്തിന്റെ ഉത്തരവാദി മൃഗങ്ങളാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഇന്നിപ്പോ ഗവൺമെന്റ് ആണെങ്കിലും മറ്റു ചില കേന്ദ്രങ്ങളാണെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വം മൃഗങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്നു, ഇന്ന് കടുവ കടിച്ചു കൊന്നു തിന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി. ആ കൊന്ന കടുവയാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ കടുവ ഒരു ജന്തു മാത്രമാണ്. അതൊരു കാട്ടുജീവിയാണ്. ആ കാട്ടുജീവിയിൽ നിന്നും മനുഷ്യന് രക്ഷ കൊടുക്കാനുള്ള രാഷ്ട്രീയമായ ഭരണപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാവപ്പെട്ട സഹോദരിയെ കടിച്ച് കൊന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ആ കടിച്ചു കൊന്നു തിന്ന കടുവയല്ല, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഈ മരണങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഉത്തരവാദി എന്ന രീതിയിലാണ് നാം ജനങ്ങളോട് പറയേണ്ടത്. എന്താണ് വനം വകുപ്പിന്റെ പരിപാടി? വനം വകുപ്പിന്റെ പരിപാടി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കലല്ല. മൃഗങ്ങളെ വനവാസ മേഖലകളിൽ നിന്നും
ഗ്രാമമേഖലകളിലേക്ക് തള്ളിവിടുന്ന നയം അവരെടുത്തിരിക്കുകയാണ്. ഏതോ തലതിരിഞ്ഞ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും വന്യജീവികൾ കൊണ്ട് ഗ്രാമജീവിതം ദുസ്സഹമായാൽ ആ ദുസ്സഹമായ സാഹചര്യത്തിൽ ജനങ്ങൾ ഇവിടം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ ഇവിടെയെല്ലാം വനം വകുപ്പിന്റെ കീഴിലാകും. ഞങ്ങൾക്ക് ഇന്നുള്ള അധികാരത്തെക്കാൾ അധികം അധികാരം ഉപയോഗിക്കുവാനുള്ള അവസരമുണ്ടാകും എന്ന രാഷ്ട്രീയ നയപരമായ തീരുമാനത്തിന്റെ ദുരന്തമാണ് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ കയറി ഒരു സ്ത്രീയെ കടുവ തിന്നത്. മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ, വനാന്തരത്തിലൊന്നുമല്ല, കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ ഇരിക്കുന്ന ആളുകൾ വിചാരിക്കും ഈ കടുവയെ പിടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കടുവയുള്ള സ്ഥലത്തേക്ക് ഈ സ്ത്രീ പോയതായിരിക്കും എന്നാണ് കരുതുക. അവരവരുടെ വീട്ടിൽ തൊട്ടടുത്ത് കാപ്പി പറിക്കാൻ പോയതാണ്. അവര് കാട്ടിൽ പോയതല്ല, ഇത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പൽ മേഖലകളിലേക്ക് ആനയും കാട്ടുപോത്തും കടുവയും കടന്നു വന്നാൽ അവിടെ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന നയമാണ് പിണറായി വിജയന്റെ നയം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണോ എന്ന് CPM-ന്റെ പഴയകാല പ്രവർത്തകനായ ഞാൻ ചോദിച്ചാൽ രഹസ്യമായിട്ട് CPM-കാർ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലല്ലേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ശോകത്തെ പോന്നു. അപ്പൊ അതുകൊണ്ട് അവരോട് രാഷ്ട്രീയം സംസാരിക്കാൻ പോകുന്നേക്കാളും ഭേദം ഈ കടിച്ചു കൊന്ന കടുവയോട് എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നതാണ്. രാഷ്ട്രീയ തിമിരം ഒരു ഭാഗത്ത് ബാധിച്ച് ഇപ്പൊ രാഷ്ട്രീയമേ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ജാഥയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കടുവയെ കൊല്ലലല്ല. ഇന്നലെ ഒരു കടുവ ചത്തെങ്കിൽ ഇനിയുള്ള കടുവകളെല്ലാം കൊല്ലപ്പെടട്ടെ, ആനകളെല്ലാം കൊല്ലപ്പെടട്ടെ, കാടുകളെല്ലാം വെട്ടി നശിപ്പിക്കട്ടെ എന്നതല്ല UDF-ന്റെ നയം. മറിച്ച് ശാസ്ത്രീയമായ തരത്തിൽ ഈ ഫോറസ്റ്റ് നയം ഉണ്ടാക്കിയാൽ ഇത്തരത്തിലുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാൻ കഴിയും. ആ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്ലാൻ ഇടുന്നത്. ഞങ്ങളൊരു പ്രചരണ സംഘമല്ല, ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും ശരിയായ ചോദ്യം, നിങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും? ഞാനത് പറയാനാണ്, ഞങ്ങളത് പറയാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ നട്ടുവച്ചിട്ടുള്ള കപ്പ കുത്തിമറിക്കുന്ന പന്നിയെ കണ്ടാൽ തൊഴുതുകൊണ്ട് നിൽക്കണോ? ഇപ്പൊ പറയുന്നു ഏറ്റവും സുന്ദരിയായ പക്ഷിയാണ് അല്ലെങ്കിൽ സുന്ദരനായ പക്ഷിയാണ് മയില്, അല്ലേ? മയിലാടുന്നു കൗതുകാൽ എന്ന മയിലിനെ കണ്ട ആരെയും നോക്കാതിരിക്കുവോ? പക്ഷെ കർഷകന്റെ വലിയ ശത്രുവ മയിൽ. ഇപ്പൊ അല്ലേ നിങ്ങളുടെ കൃഷിക്കാരിലെ ഇരിക്കുന്നു, അല്ലേ? മയിൽ കാണാനെല്ലാം കൊള്ളാം, പക്ഷേ ഒരു സാധനം പച്ചക്കറി മുഴുവൻ മയിൽ തിന്നു പോവുകയാണ്. അതിനെ എങ്ങാനൊരു കല്ലെടുത്ത് എറിഞ്ഞു എന്ന് കേട്ടാൽ എറിഞ്ഞവൻ പിന്നെ ജയിലിലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നയപരമായ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്റെ വീട്ടിനകത്ത് വരുന്ന പാമ്പ്, എന്റെ മുറ്റത്ത് വരുന്ന പന്നി, ഇനി എന്റെ പച്ചക്കറി തിന്നാൻ വന്ന മയിലാണെങ്കിൽ മയില്, എന്റെ പറമ്പിൽ കയറിയ കാട്ടുപോത്ത് അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ, ആന, അതിനെ ബലം പ്രയോഗിച്ച് പുറത്താക്കാനും വേണ്ടി വന്നാൽ ആയുധം ഉപയോഗിച്ച് അതിനെ തുരത്തുവാനുമുള്ള അധികാരം കർഷകർക്ക് നൽകുന്ന നിയമം കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്.
അല്ലാതെ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് പോകും. നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാട്ടുപന്നിയായിരിക്കും നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ സെബാസ്റ്റ്യൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയാണ്, സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവ്, ഇവിടുത്തെ കേരള കോൺഗ്രസ് ജേക്കബിന്റെ ജനറൽ സെക്രട്ടറിയാ. സെബാസ്റ്റ്യൻ അവിടെ ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലപ്പോൾ ഫോൺ വന്നു, സെബാസ്റ്റ്യൻ സാറെ പുറത്തേക്ക് ഇറങ്ങല്ലേ, ഗേറ്റിലൊരു കരടി നിൽക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകാൻ വേണ്ടിയാണ്. അല്ലാതെ സംഭവങ്ങളുടെ വിശദീകരണം ഓരോരുത്തരുടെയും ഭാഷയിൽ ഓരോരുത്തരുടെയും സാമർഥ്യമനുസരിച്ച് വലിയ വലിയ വിശദീകരണം നൽകൽ മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം. അത് ഉദ്ദേശമാണ് എങ്കിൽ പോലും നിങ്ങൾ എന്തു ചെയ്യും? ഇന്ന് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരു പത്രക്കാരി ചോദിച്ചു, അവരുടെ ജോലിയാണല്ലോ, ഇത് 72-ലെ നിയമമല്ലേ? അതെ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു. 60കളിലും 70കളുടെ ആദ്യഘട്ടത്തിലുമൊക്കെ വനനശീകരണവും ഇൻഡിസ്ക്രിമിനേറ്റായി എന്ന് പറഞ്ഞ കണ്ണും പൂട്ടിയുള്ള മൃഗങ്ങളെ വേട്ടയാടലും നടന്ന കാലത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ വനസമ്പത്ത് സംരക്ഷിക്കാൻ, വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാനുള്ള വലിയ വിപ്ലവകരമായൊരു നിയമമായിരുന്നു 72-ലെ വന നിയമം. ലോക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക്ഹോമിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി മാത്രമാണ് പരിസ്ഥിതി എന്ന വാക്ക് അവിടെ ഉച്ചരിച്ചത്. ഇന്നും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അയാൾ മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ചോ വനസംരക്ഷണത്തെക്കുറിച്ചോ വന്യജീവികളുടെ ജീവനത്തെക്കുറിച്ചോ നമുക്കൊരു തർക്കമില്ല. പക്ഷെ നമ്മുടെ പറമ്പിൽ കയറരുത്. കാട്ടുമൃഗങ്ങൾ കാട്ടിൽ, മനുഷ്യർക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇത് വന്യമൃഗങ്ങൾക്കെതിരായ സമരമല്ല, മനുഷ്യരെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാത്ത ഒരു ഗവൺമെന്റിനെതിരായ സമരമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. അവരെത്തിയോ? ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഇനിയും മറ്റ് നേതാക്കന്മാരുടെ പ്രസംഗിക്കാനുണ്ട്. ഒരിക്കൽ കൂടി ജാഥാംഗം എന്ന നിലയിലും CMPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും നിങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLA-യുമായ ജനാബ് പാറക്കൽ അബ്ദുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നേതാക്കളെ, ജാഥാംഗമായ പ്രിയപ്പെട്ട CP ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇങ്ങോട്ട് കടന്നു വരികയാണ്. എന്താണ് ഈ ജാഥയുടെ ഉദ്ദേശം എന്നുള്ളത് ഹ്രസ്വമാണെങ്കിലും CP ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമല്ല, മനുഷ്യന് ജീവിക്കാൻ സാധ്യമാകാത്ത സാഹചര്യമാണ്. നൂറുകണക്കിന് ആളുകളാണ് ഈ അടുത്തായി ആനയുടെയും കടുവയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണത്താൽ മരിച്ചു വീഴുന്നത്. ആനയും കടുവയും കാട്ടുപന്നിയും കാടും ഇപ്പോഴുണ്ടായതല്ല, ചരിത്രാതീത കാലം മുതൽ മനുഷ്യനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പേ നേരത്തെയുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ സംഭവിക്കുന്നത്? മൃഗങ്ങളൊക്കെ, കാട്ടുമൃഗങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണ്. പുതുതായി ആരും വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇവിടെ ഇറക്കിയിട്ടില്ല.
എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. കാട്ടുമൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ ഏതാണ്ട് 9 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് സമയമില്ല. അവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ഇവിടെ മുനിസിപ്പാലിറ്റിയിലാണ്, നേരത്തെ പറഞ്ഞതുപോലെ കാട്ടിലല്ല, മുനിസിപ്പാലിറ്റിയിൽ ജീവിക്കുന്ന, അതും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യയാണ്. ആ സ്ത്രീയെ കടുവ പിടിച്ച് തിന്നിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ജാഥാ നായകൻ ഉൾപ്പെടെ എല്ലാവരും വേദിയിലേക്ക് വരികയാണ്. ഒരു കാര്യം മാത്രം പറയും, ഗവൺമെന്റിന് എത്രമാത്രം ശ്രദ്ധയാണുള്ളത്. കടുവ പിടിച്ചു തിന്നപ്പോഴും ഈ വകുപ്പിന്റെ മന്ത്രി കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു വലിയ ഗാനമേള സംഘടിപ്പിച്ച് അവിടെ പാട്ട് പാടുകയായിരുന്നു എന്ന് പറയുമ്പോ അധികാരികളുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ആ ജനവികാരം ഒരു പ്രതിഷേധമായി വെറുതെ പറയുകയല്ല. ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ, UDF വന്നാൽ തീർച്ചയായും ശക്തമായ നിയമം, കാട്ടുമൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരും എന്നതാണ് ഈ ജാഥയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആദരണീയനായ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ബാൻഡടി നിർത്തണം. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയമുള്ള ഐക്യജനാധിപത്യമുള്ള പ്രവർത്തകന്മാർ, ചില പ്രയാസങ്ങളുണ്ടെങ്കിലും കസാലയിൽ എല്ലാവരും ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണി മലയോര പ്രദേശത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വയനാട്ടിലും മലയോര മേഖലകളിലും അനവധി സഹോദരന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ആന കുത്തിക്കൊല്ലുന്നു, കടുവ പിടിക്കുന്നു, പുലി പിടിക്കുന്നു. ഇത്തരം നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും കേരള നിയമസഭയിലും ഐക്യ ജനാധിപത്യ മുന്നണി നിരന്തരമായി ഉന്നയിച്ചിട്ടും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ജനങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വന്യമൃഗങ്ങൾ കൊണ്ട് ജനങ്ങൾ മരണപ്പെടുമ്പോൾ പത്രക്കാർ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളെ കളിയാക്കുക. കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പാട്ടുപാടുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിനോട് വഞ്ചന കാണിക്കുന്ന, മലയോര ജനതയോട് കാണിക്കുന്ന ഈ വഞ്ചന, ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ഭരണകൂടത്തിനെതിരായുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും കേരളത്തിലെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ 25-ാം തീയതി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച മലയോര യാത്രയാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലും മീനങ്ങാടിയിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ഈ മേപ്പാടിയിലെത്തിയത്. ഞാൻ എന്റെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, കാട്ടിൽ മാത്രമല്ല, തോട്ടങ്ങളിൽ മാത്രമല്ല, ടൗണിൽ പോലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ പുലിയും കടുവയുമായി കൽപ്പറ്റ ടൗണിൽ പോലും ഇറങ്ങുന്ന സാധ്യത ഉണ്ടായിരിക്കുന്നു. ഇതിന് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാധിക്കാതെ വന്നപ്പോൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്നത്. അതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ മലയോര യാത്ര ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുന്നു. ഇവിടെ ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി നിരന്തരമായി പോരാടുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മതന്യൂനപക്ഷങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വേട്ടയാടുമ്പോൾ ശക്തമായി പ്രതിരോധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP പ്രിയങ്ക ഗാന്ധിയാണ്. നിങ്ങൾക്കറിയാം, പ്രിയങ്ക ഗാന്ധി മുണ്ടക്കായി ചൂരൽമല പ്രദേശത്ത് ഏറ്റവും വലിയ ലോകത്തെ ഈ നാടിനെയും നടുക്കിയ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചപ്പോൾ ആ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി, അത് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് പോലും പ്രതികരിക്കാതെ, ജനങ്ങളെ സഹായിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ രാജ്യത്തെ എംപിമാരെ സംഘടിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു അതിഗൗരവത്തോടുള്ള അപകടമാണ് മുണ്ടക്കായലുണ്ടായതെന്ന് തീരുമാനമെടുപ്പിക്കാൻ കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MP പ്രിയങ്ക ഗാന്ധിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കൽപ്പറ്റ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. നമ്മുടെ പ്രിയങ്കരനായ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ സംഭാവനയായ KC വേണുഗോപാൽ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. KC വേണുഗോപാൽ MPയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ടവന്റെ പ്രശ്നം പരിഹരിക്കാൻ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കേരളത്തിൽ അഴിമതി നടക്കുമ്പോൾ അതിനെതിരെ
മുഖത്ത് നോക്കി സംസാരിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥം പഠിച്ചുകൊണ്ട് കേരള ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വി.ഡി. സതീശനാണ് ഈ ജാഥ നയിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് വി.ഡി. സതീശന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ പരിപാടികൾ നിയന്ത്രിച്ച് ഈ പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണി എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയങ്കരനായ UDF-ന്റെ കൺവീനർ MM ഹസ്സനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് മോൻ ജോസഫ് MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CMB-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോണേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JSS നേതാവ് രാജൻ ബാബു, അതേപോലെ തന്നെ രാജേന്ദ്രൻ, മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവായ മുസ്ലിം ലീഗിന്റെ പാറക്കൽ അബ്ദുള്ളയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCC-യുടെ ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ സൗക്കത്ത്, ജമീല റിപ്പറ്റ തുടങ്ങിയവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UDF-ന്റെ ജില്ലാ കൺവീനർ ശ്രീ PT ഗോപാലക്കുറുപ്പിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ NK റഷീദ്, PK റസാക്കൽപ്പറ്റ തുടങ്ങിയവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രാജൻ ബാബു, രാജേന്ദ്രൻ തുടങ്ങിയവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മുൻ മന്ത്രി വയനാടിന്റെ പ്രിയങ്കരിയായ PK ജയലക്ഷ്മിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് TJ ഐസക്, സലീം മാമന, B സുരേഷ് ബാബു, അസ്രഫ്, റോയി, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പരിപാടികൾക്ക് നമ്മുടെ കൂടെ സജീവമായി ഇത് വിജയിപ്പിക്കാൻ രാപകലില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് T സിദ്ദീഖ് അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ UDF-ന്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം UDF-ന്റെ പ്രിയപ്പെട്ട ചെയർമാൻ T ഹംസയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്, ജയ് UDF. ബഹുമാന്യനായ ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവറുകൾ, വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, UDF-ന്റെ ഒരുപാട് നേതാക്കൾ വേദിയിലുണ്ട്. മലയോര സമരയാത്ര ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. നമുക്കറിയാം, നമ്മുടെ ഈ ജാഥ ഇവിടെ നടക്കുന്ന മേപ്പാടി പഞ്ചായത്തിൽ മാത്രം നിരവധി ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മേപ്പാടി. അപ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിരിക്കുകയാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിന്റെ നേതാവ് ബഹുമാന്യനായ മോൻസ് ജോസഫ് MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, മലയോര സമരജാഥയുടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ അവരുടെ, UDF-ന്റെ സംസ്ഥാന കൺവീനർ ബഹുമാന്യനായ ശ്രീ MM ഹസൻ, മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള മുൻ MLA, UDF-ന്റെ സമുന്നതരായ നേതാക്കൾ,
ശ്രീ CP ജോൺ, രാജൻ ബാബു, രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള വിവിധ ജാഥാംഗങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കേരള നിയമസഭയിൽ നിരന്തരമായി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ മലയോര ജനതയുടെ നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും നമ്മുടെ മലയോര മേഖലയിലും കാർഷിക മേഖലയിലുമെല്ലാം ഇന്ന് വന്യമൃഗ ഉപദ്രവം കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടും സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനുമുള്ള യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി മലയോര ജനതയ്ക്ക് വേണ്ടി, മലയോര കർഷകർക്ക് വേണ്ടി, ഇവിടെ ഇതുപോലെ ദുരന്തമനുഭവിക്കുന്ന ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി മലയോര സമരജാഥയ്ക്ക് നേതൃത്വം നൽകുവാൻ തീരുമാനിച്ചത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണത്തിന് ഞങ്ങൾ എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇവിടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അതിനു മുമ്പ് UDFന്റെ കൺവീനർ ബഹുമാന്യനായ ശ്രീ MM ഹസനും നമ്മുടെ ഈ വേദിയിൽ സംസാരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി MP സംസാരിക്കുന്നു എന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഈ യോഗത്തിനുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് ദീർഘമായി വിവിധ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്തും പ്രമുഖരായ നേതാക്കൾ ഇനി സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗത്തിന് ഞങ്ങളാരും മുതിരുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടത്തുന്ന ദുർഭരണത്തിനെതിരെ നിരന്തരമായി നമ്മൾ സമരരംഗത്ത് നിൽക്കുകയാണ്. ഒരു ഗവൺമെന്റ് സാധാരണ 5 വർഷം കൊണ്ട് ഇറങ്ങിപ്പോവും. ഇത് ഇവിടെ 8-9 വർഷത്തിലേക്ക് കടക്കുമ്പോഴും ജനങ്ങളെ മറന്നുകൊണ്ട് ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ദുരന്തം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ ഇപ്പോൾ കാട്ടിൽ നിന്ന് മൃഗങ്ങളും നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുകയും ഭയാനകമായൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉണ്ടാക്കുന്ന ആശങ്കാജനകമായ സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നതും ജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നതും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഭരണത്തിലിരിക്കുന്നവർ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുമ്പോൾ, നേരിട്ട് ബോധ്യപ്പെടുമ്പോൾ ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ജനരോഷം പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അതിശക്തമായ കർഷക പോരാട്ടം, ജനകീയ പോരാട്ടത്തിന്റെ പാതയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ സമരമുഖം തുറന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ വിശദാംശങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമ്മുടെ നാട് എല്ലാ രംഗത്തും തകർന്നിരിക്കുന്നു എന്നുള്ളത്, കാർഷിക മേഖലയുടെ ഒക്കെ അവസ്ഥ ഇന്ന് പ്രിയപ്പെട്ടവരെ എത്ര ദുരന്തപൂർണമാണ്. കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, വിലത്തകർച്ച മൂലം പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ, സർക്കാർ വാക്കുപാലിക്കാത്തതുകൊണ്ടും ജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാത്തതുകൊണ്ടുമുള്ള പ്രതിസന്ധികൾ മറുഭാഗത്ത്, ഇതെല്ലാം ചേർന്നുകൊണ്ട് ജനജീവിതം ദുരിതപൂർണമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റ് രംഗത്ത് വരുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്ന മലയോര സമരജാഥയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായി ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി UDFന്റെ കരുത്തനായ കൺവീനർ MM ഹസൻ സാറെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ഹംസ, മലയോര സമരയാത്രയുടെ പ്രിയങ്കരനായ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ നായകനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ ജാഥയിൽ മലയോര യാത്രയിൽ പ്രതിപക്ഷ നേതാവിനോട് ഒപ്പം യാത്ര ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാറക്കൽ അബ്ദുള്ള MLA,
CP ജോൺ, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാൻ മോൻസ് ജോസഫ് MLA, ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു, അഡ്വക്കേറ്റ് ശ്രീ രാജേന്ദ്രൻ, ശ്രീ MC ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ND അപ്പച്ചൻ, UDFിൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ഗോപാലക്കുറുപ്പ്, UDFിൻ്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ PP അലി, KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ ആലിപ്പറ്റ ജമീല, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഐസക്, UDFിൻ്റെ മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 25-ാം തീയതി ഇരിക്കൂറിലെ കരുവാഞ്ചാലിൽ നിന്ന് ആരംഭിച്ച മലയോര യാത്ര കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മലയോര പ്രദേശങ്ങൾ പിന്നിട്ട് ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് ഇതിൻ്റെ യാത്ര തുടങ്ങി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് യാത്ര അവസാനിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ്. ഈ യാത്ര എന്തിനു വേണ്ടിയാണ്, ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായി ഈ UDFിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള CP ജോൺ, JSSൻ്റെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു, ശ്രീ പാറക്കൽ അബ്ദുള്ള എന്നിവരെല്ലാം ഇവിടെ പറഞ്ഞു. ഞാൻ വിശദമായ നീണ്ട ഒരു പ്രസംഗത്തിന് ഉൾപ്പെടുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഈ ജാഥയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ച് ഇവിടെ പറയും. കേരളത്തിലെ ജനങ്ങളെ, സാമൂഹ്യ ജീവിതത്തെ ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത കേരള സർക്കാരിൻ്റെ അക്ഷന്തവ്യമായ അപരാധം കാണിക്കൽ. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചത്. കഴിഞ്ഞ 8 കൊല്ലത്തിനിടയ്ക്ക് 1000-ത്തിലധികം ആളുകളെ ഈ മലയോര പ്രദേശത്ത് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഈ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ കാപ്പിക്കുരു പറക്കാൻ പോയ രാധ എന്ന ഒരു ആദിവാസി സ്ത്രീയെ കടുവ കടിച്ചു കൊന്നത് ഈ നാട്ടിലാണ്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവും ഞങ്ങളും എല്ലാം അവരുടെ വീട്ടിൽ പോയി ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ കണ്ടു. എത്രമാത്രം ഭീതിയുടെ മുൾമുനയിലാണ് ഈ വയനാട് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അവരുടെ എല്ലാം അധ്വാനം, അതെല്ലാം ഈ വന്യമൃഗങ്ങൾ വന്ന് തകർക്കുന്നു, നശിപ്പിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. 1000-ത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. 12,000 ആളുകൾക്ക് പരിക്കേറ്റു. നിരവധി 5000-ത്തോളം കന്നുകാലികൾ കൊല്ലപ്പെട്ടു. ഇതൊന്നും ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരമാണ്, സർക്കാർ നൽകിയ ഉത്തരമാണ്. ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ എന്ത് നടപടി സ്വീകരിക്കണം? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന നടപടികൾ ഈ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ? അത് മാതൃകയാക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേന്ദ്ര നിയമം, അതിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ, അവ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലാൻ വനപാലകർ ചീഫ് വൈൽഡ് വാർഡന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വനനിയമം ഭേദഗതി ബിൽ ഈ ഘട്ടത്തിലാണെന്ന് ഓർക്കണം. ഇത്രയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടുത്തെ മലയോര ജനത നേരിടുന്ന സന്ദർഭത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ പോരാട്ടത്തിനിടയ്ക്കാണ് ഈ വനപ്രദേശങ്ങളിൽ അനധികൃതമായി കടന്നു കയറുന്ന ആളുകളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക്? ഈ വനപാലകരായ ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. കുളത്തിൽ കുളിക്കാൻ പോയാൽ അവരെ പിടിച്ച് വാറണ്ടില്ലാതെ ജയിലിലടയ്ക്കാൻ. ചുള്ളിക്കമ്പ് കറക്കാൻ പോകുന്ന ആദിവാസി സ്ത്രീകളെ അവരെ അനധികൃതമായി കടന്നു കയറി. ഈ വന്യമൃഗങ്ങൾ
മനുഷ്യവാസ്യയോഗ സ്ഥലത്ത് കൃഷിസ്ഥലങ്ങളിൽ ആരുടെയെങ്കിലും അനുവാദത്തോടു കൂടിയാണോ കയറി വരുന്നത്? അങ്ങനെ അതിക്രമിച്ച് കയറി വരുന്ന വന്യമൃഗങ്ങളെ, ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ വെടിവയ്ക്കാൻ മടിക്കുന്ന ഒരു സർക്കാരാണ് വനത്തിനുള്ളിൽ അനധികൃതമായി കടന്നു വരുന്ന മലയോരത്തെ കൃഷിക്കാരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് UDF പ്രഖ്യാപിച്ചു ഈ നിയമസഭയിൽ 17-ാം തീയതി ആ നിയമം കൊണ്ടുവരും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോഴാണ് VD സതീശന്റെ നേതൃത്വത്തിൽ UDFന്റെ ഈ മലയോര സമരയാത്ര ഞങ്ങൾ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിക്ക് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഈ ആവശ്യത്തിന് മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ ബില്ല് പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒളിച്ചോടി. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് വന്യമൃഗങ്ങളെ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ ഞങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. നിയമത്തിന്റെ വ്യവസ്ഥകൾ അദ്ദേഹം വിശദീകരിച്ചു. 6 അംഗ സമിതി രൂപീകരിക്കണം, യോഗം ചേരണം, ചർച്ച ചെയ്യണം, അവസാനം ഉത്തരവ് മുകളിൽ നിന്ന് പ്രതീക്ഷിക്കണം. മുഖ്യമന്ത്രി ചോദിച്ചത് അതുവരെ ഈ മതമിളകി വരുന്ന ആന, കാട്ടാന അവിടെ നിൽക്കുമോ? കടിക്കാൻ വരുന്ന കടുവ, അലറിക്കൊണ്ട് വരുന്ന കടുവ ഈ യോഗം തീരുന്നത് വരെ അവിടെ നിൽക്കുമോ? അതുകൊണ്ട് കേന്ദ്ര നിയമം അവ്യക്തമാണ്. അതിന് ഈ വെടിവെച്ച് കൊല്ലാൻ അനുവാദം നൽകാൻ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമല്ല. എങ്ങനെ രാധ എന്ന ആ ആദിവാസി സ്ത്രീയെ അതിന്റെ തല കടിച്ച് വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ജനങ്ങളുടെ രോഷം ആളിക്കത്തി. അവിടുത്തെ MLA മന്ത്രിയാണ് അദ്ദേഹം. അവിടെ പോയി അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. വനം വകുപ്പ് മന്ത്രി പോയി. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ, ഇതുപോലെ വരുന്ന സംഭവങ്ങളിൽ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവ് നൽകണമെന്ന് ജനങ്ങളുടെ ആവശ്യത്തിന്റെ മുമ്പിൽ സർക്കാർ മുട്ടുകുത്തി. അങ്ങനെയാണ് വെടിവെച്ച് കൊന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പറയും വന്യമൃഗങ്ങളുടെ വംശവർദ്ധനവ് തടയാൻ എന്ത് ചെയ്യണം? വന്യമൃഗങ്ങൾ ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ഈ പ്രത്യേകിച്ച് ഉഷ്ണകാലത്ത് ആ വനങ്ങളിൽ നിന്ന് അവർ എന്തുകൊണ്ട് മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് വരുന്നു? ഇതേക്കുറിച്ചെല്ലാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള ആ മാതൃകകൾ പഠിക്കണ്ടേ? ലോകത്ത് എല്ലായിടത്തും വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോഴുള്ള ആ നിയമം, അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? ഇവിടെ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ഈ പശ്ചിമഘട്ടത്തിലെ ആവാത്ത പരിസ്ഥിതിയെക്കുറിച്ച് സംരക്ഷിക്കാൻ, കാട് സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പോലെ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുകൾ, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ കുറവാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു, കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വന്നപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് 72-ലെ കേന്ദ്ര നിയമം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണമെങ്കിൽ അനുമതിയോടെ, ഭേദഗതി വേണമെങ്കിൽ ഭേദഗതിയോടെ ഈ ആളുകൾ ഇതിന് വെടിവെച്ചു കൊല്ലാൻ. എന്നിട്ടും സർക്കാർ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചില്ല എന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു മലയോര സമരയാത്രയുമായി ഇറങ്ങി. ഈ യാത്ര വന്യമൃഗ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഈ യാത്ര നമ്മൾ തുടരും. നിങ്ങളെല്ലാം ഈ യാത്രയോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, ജീവിക്കാനുള്ള നിങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് നിങ്ങളെ ജീവിക്കാൻ വേണ്ടി ജീവൻ പണയം കൊടുത്ത് ഇന്ന് ഭീതിയോടുകൂടെ കഴിയുന്ന മലയോര ജനതയും കർഷകരെയും രക്ഷിക്കാനുള്ള UDFന്റെ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ, ഇതിൻ്റെ വിജയം വരെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി JSSന്റെ ബഹുമാന്യനായ നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബു അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കും. ഈ റോഡ് സൈഡിലുള്ള ആളുകളൊന്ന് ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. ആ റോഡ് സൈഡിൽ നിന്ന് മാറണം. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവിടെ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ, ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന
ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, UDF കൺവീനർ ശ്രീ MM ഹസൻ, വേദിയിലുള്ള UDF നേതാക്കന്മാരായ മോൻസി ജോസഫ്, CP ജോൺ, അബ്ദുള്ള ഉൾപ്പെടെ ഉള്ള UDF നേതാക്കന്മാരെ, ഘടകകക്ഷി നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മനുഷ്യ വന്യമൃഗ സംഘർഷം ഓരോ വർഷവും കഴിയുമ്പോഴും, ഓരോ മാസം കഴിയുമ്പോഴും, ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. ആന, കാട്ടുപന്നി, കാട്ടുപോത്ത്, കുരങ്ങ്, മയില് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആയിരക്കണക്കിന് ജീവനാണ് പൊലിഞ്ഞിരിക്കുകയാണ്. 10,000-കണക്കിന് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ട് കഴിയുകയാണ്. വിളനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വളർത്തുമൃഗങ്ങൾ നശിക്കുന്നു, അതുപോലെ തന്നെ മറ്റു വസ്തുവകളൊക്കെ നശിക്കുന്നു. ഇതെല്ലാമായിട്ടും ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല. എന്തേ കണ്ണു തുറക്കുന്നില്ല? ഒരു സർക്കാരിൻ്റെ പ്രാഥമിക കടമയെന്ന് പറയുന്നത് ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാർ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം എന്നോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്വയം രക്ഷാർത്ഥമുള്ള അവകാശവും കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരാളിനെ ആക്രമിച്ചാൽ അങ്ങോട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണെന്ന് തോന്നുമ്പോൾ ഒരു മനുഷ്യന് ആക്രമിക്കുന്ന മനുഷ്യനെ കൊന്നാൽ അത് കുറ്റമല്ല, അത് ശിക്ഷാർഹമായ കുറ്റമല്ല. എന്നാൽ മരണഭീതി പരത്തുന്ന വന്യമൃഗങ്ങളൊക്കെ ആക്രമണത്തിൽ തങ്ങളുടെ മരണം സംഭവിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അവകാശമുള്ള നിയമം നിലനിൽക്കുമ്പോൾ ഒരു മൃഗത്തെ കൊല്ലാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊരു നീതികേടാണ് ഇതിലുള്ളത്. ഗവൺമെൻറ് സെൽഫ് ഡിഫെൻസ് എന്ന്, അതുപോലെ തന്നെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അതിൻ്റെ വ്യാപ്തി സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളിലൂടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അർത്ഥപൂർണമായി ജീവിക്കാനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശം എന്ന് മാത്രമല്ല. ആ വ്യാഖ്യാനം കൊടുത്തിട്ട് ഇപ്പോൾ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന അവകാശത്തിൽ സ്വൈര്യമായി ഉറങ്ങുന്നതിനു പോലും ഉള്ള അവകാശം അതിൻ്റെ വ്യാപ്തിയിലുണ്ട് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സ്വൈര്യമായി ഉറങ്ങുന്നത് പോലും റൈറ്റ് ടു ലൈഫിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണല്ലോ രാത്രി 10 മണിക്ക് ശേഷം തൊഴിലാളികളെല്ലാം ജോലി ചെയ്ത് കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്ക് ഉറക്കഭംഗം ഉണ്ടാകാതിരിക്കാൻ, പഠിക്കുന്ന കുട്ടികൾക്ക് ഉറക്കഭംഗം ഉണ്ടാകാതിരിക്കാൻ 10 മണിക്ക് ശേഷം മൈക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പോലും ഉള്ളത് ഈ സ്വൈര്യമായ ഉറക്കത്തിനുള്ള അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ അടുത്ത കാലങ്ങളിൽ കേരള നിയമസഭകളിൽ ശ്രീ വി ഡി സതീശനും എല്ലാം, അതുപോലെ തന്നെ വയനാട്ടിലെയും കണ്ണൂരിലെയുമുള്ള MLA-മാർ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം നൽകിയിട്ടുള്ളത് ഈ വന്യമൃഗ സംരക്ഷണത്തിനെ സംബന്ധിച്ചാണ്. ഈ യാത്രയെന്ന് പറയുന്നത് ഒരു പ്രതിഷേധ യാത്രയല്ല. ഇതിനൊരു പരിഹാരം ചൂണ്ടിക്കാണിക്കുന്നതിനു വേണ്ടിയുടെ ആണ്. അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തു പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കില്ല, ഞങ്ങൾക്ക് മൃഗങ്ങളെ വെടിവെച്ചു കൊള്ളാൻ ഒക്കില്ല എന്നാണ് പറയുന്നത്. നിയമത്തിൻ്റെ ഭേദഗതി വേണമെന്ന് പറഞ്ഞാണ് ഇവരൊന്നും ചെയ്യാതിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
കഴിഞ്ഞ ദിവസം വനവകുപ്പ് മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയല്ലോ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നും വയനാട് വരുന്നതിന് മുൻപ് കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടാണ് ഞാൻ ഈ വന്നത് എന്ന് ഒരു പ്രസ്താവന നിങ്ങൾ ചാനലിൽ കണ്ടില്ലേ? ഈ അധികാരം എപ്പോ കിട്ടി? കഴിഞ്ഞ ദിവസം കിട്ടിയതാണോ? ആ അധികാരം നേരത്തെയും ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ വനമന്ത്രി പറഞ്ഞത് കടുവയെ വെടിവെക്കാൻ ഞാൻ ഉത്തരവിട്ടതിന് ശേഷമാണ് വന്നിരുന്നത്. ഇവിടെ ഒരു നിയമമുണ്ട്. 1972 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 11(1) പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഡേഞ്ചറായിട്ടുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യാനും കൊല്ലുന്നതിനുമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 5-ാം വകുപ്പിന്റെ ഉപവകുപ്പ് പ്രകാരം ഈ മൃഗങ്ങളെ കൊല്ലുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ചീഫ് വെൽഫെയർ വാർഡനുള്ള അധികാരം താഴോട്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ആ അധികാരം, അവകാശം, സ്വയം രക്ഷാർത്ഥം ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അവകാശം, ഇപ്പോൾ തന്നെ വൈൽഡ് ലൈഫില് വാർഡന് കൊടുത്ത അധികാരം, അത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കും കർഷകനും കൊടുക്കണം. ആ കർഷകന് മൃഗമല്ലാതെ വേറൊരാൾ ആക്രമിച്ച ഒരാളിനെ കൊല്ലാൻ അവകാശമുണ്ട്. മൃഗം ആക്രമിച്ചാൽ ആ മൃഗത്തെ കൊല്ലാനായിട്ട് ആ മനുഷ്യന് അവകാശമില്ല. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് ഇപ്പോൾ ചീഫ് വാർഡനും സബോർഡിനേറ്റ് അതോറിറ്റിക്കും കൊടുത്തിരിക്കുന്ന അധികാരം, അതിലൊരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് സെൽഫ് പ്രൊട്ടക്ഷനിൽ മൃഗങ്ങളെ വെടിവെക്കാനും കൊല്ലുന്നതിനുമുള്ള അവകാശം ഓരോ മനുഷ്യനും ഓരോ കർഷകനും ഉണ്ട് എന്ന രീതിയിൽ ഈ നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. UDFന് വ്യക്തമായ ചില ധാരണകളുണ്ട്. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറളം ഫാമിലുള്ള ആനശല്യം വന്നു കഴിഞ്ഞപ്പോൾ 16 കോടി രൂപയാണ് ആനമതിൽ തീർക്കുന്നതിലും. സോളാർ പവർ ഫെൻസിങ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഭക്തമായിട്ടാണ്. അതുപോലെ തന്നെ എലഫന്റ് പ്രൂഫ് ട്രെഞ്ചിങ് UDF സജസ്റ്റ് ചെയ്യുന്നു. ആന മതിലുകൾ അത് എത്രയും അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നബാർഡിൽ നിന്നും ഭരണ ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വർഷവും ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഉള്ള ഫണ്ട് ഓരോ വർഷവും ഈ സർക്കാരിന് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത്രയും ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഭേദഗതിയും ആ ഉള്ള അധികാരം വിനിയോഗിക്കാനും ഈ ഗവൺമെൻറ് വിനിയോഗിച്ചുകൊണ്ട് കർഷകരെ സംരക്ഷിക്കണമെന്നും 24 മണിക്കൂറും മരണഭീതി കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭയാനകമാണ്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിയും. പക്ഷെ ഒരു ജനത വർഷങ്ങളോളം മാസങ്ങളോളം 24 മണിക്കൂറും മരണഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥ. രാവിലെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ സാധിക്കുന്നില്ല, ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. മരണഭീതി, അതിൽ നിന്നും ഈ സർക്കാർ സംരക്ഷിക്കണം. അതിന് വ്യക്തമായ പരിഹാര മാർഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഗവൺമെന്റിനെ സമീപിക്കുന്നത്. അത് വെറുതെ ഒരു പ്രതിഷേധ യാത്ര മാത്രമല്ല. അതിന് ആ യാത്രയ്ക്ക് ഇത്ര ഹൃദ്യമായ സ്വീകരണം നൽകുകയിൽ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണ സമിതി JSSന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി UDFന്റെ ബഹുമാന്യ നേതാവ് രാജേന്ദ്രൻ അവരെ ക്ഷണിക്കും.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹംസ, ഈ മലയോര സമരയാത്രയുടെ ലീഡർ, നമ്മുടെ എല്ലാം ആരാധ്യനായ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, UDFൻ്റെ സമുന്നത നേതാക്കളെ, പ്രിയമുള്ളവരെ, ഈ മലയോര സമരജാഥയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്ക് മുൻപേ സംസാരിച്ചവർ വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കർഷക സമൂഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. വന്യമൃഗ സംരക്ഷണം, കാർഷിക മേഖലയുടെ തകർച്ച, ബഫർ സോൺ പ്രശ്നം, ഈ 3 പ്രധാന വെല്ലുവിളികൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. 2 സർക്കാരുകളും, കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട സർക്കാർ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ലാഘവത്തോടെയും മനുഷ്യത്വരഹിതവുമായാണ് പെരുമാറുന്നത്. ഈ പ്രശ്നം ലോകത്തിലെ പല രാജ്യങ്ങളുടെയും, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നുണ്ട്. എന്നാൽ അവരാരും കേരളത്തിലെ പിണറായി സർക്കാർ ചെയ്യുന്നത് പോലെ നിരുത്തരവാദപരമായല്ല ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക, പശ്ചിമ ബംഗാൾ, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾ, ശ്രീലങ്ക, കെനിയ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ ഇവിടെയെല്ലാം ഈ വക പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊന്നും സർക്കാരുകൾ ഉറങ്ങുകയല്ല. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ കർണാടകയിൽ മൃഗങ്ങൾ കയറാതിരിക്കാൻ സോളാർ വേലികൾ കിട്ടുന്നു, ആനകൾക്ക് GPS കോളറുകൾ വയ്ക്കുന്നു, മൃഗങ്ങൾ വരുന്നത് ഡ്രോൺ വഴി നിരീക്ഷിക്കുന്നു, വിളകൾക്ക് നാശം സംഭവിച്ചാൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നു. പശ്ചിമ ബംഗാളിലാവട്ടെ കടുവകളെ നിരീക്ഷിക്കാൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ AI ക്യാമറകളും നിലനിൽക്കുന്ന ഈ സമയത്ത് ബോട്സ്വാന, പശ്ചിമ ബംഗാൾ, നമീബിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ, അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഡിങ്കോ ഫെൻസ് പോലെയുള്ള പ്രത്യേക വേലികൾ നിർമ്മിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ അവിടുത്തെ സർക്കാരുകൾ ജാഗരൂകരായി ഉള്ള പരിപാടികൾ നടത്തുന്നു. ഈ നടപടികളിലൂടെ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നു. ജനങ്ങൾക്കും കർഷകർക്കും സംരക്ഷണം നൽകുന്നതോടൊപ്പം വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താത്തത്? കാരണം അവർക്ക് സാധാരണക്കാരായ കർഷകന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല. ഈ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ UDF ഏറ്റെടുക്കുന്നു. ഈ സംസ്ഥാനത്തെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭീതിയിലാണ്. അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര. നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. A hearty welcome to Srimati Priyanka Gandhi, the Member of Parliament for Wayanad. We welcome you all. പ്രിയമുള്ളവരെ, മലയോര സമരയാത്രയുമായി മേപ്പാടിയിലേക്ക് എത്തിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മലയോര ജനതയെ സംരക്ഷിക്കാനുള്ള ഈ ജാഥയിൽ വയനാട്ടിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ട്രേറ്റിലെ ഒരു വലിയ മീറ്റിംഗ് നടത്തി. ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനുള്ള നടപടികളും കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ ഏകോപനത്തിൻ്റെ പ്രശ്നങ്ങളും കൂടുതൽ ഫണ്ട് വേണ്ട കാര്യങ്ങളും ഉൾപ്പെടെ
എല്ലാ കാര്യങ്ങളും സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രീ പ്രിയങ്ക ഗാന്ധി നമ്മുടെ ഈ മേപ്പാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ഹൃദ്യമായി അവരെ ഈ മേപ്പാടിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാനും അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുകയാണ്. ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കുകയും ആ കുടുംബങ്ങളുമായി അരമണിക്കൂർ സംസാരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി. പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കലക്ട്രേറ്റിലെ വിശദമായ യോഗത്തിൽ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നിർദ്ദേശം കൊടുത്ത് ടേക്കപ്പ് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പാർലമെന്റിനകത്ത് ഞാൻ ടേക്കപ്പ് ചെയ്യുമെന്നും മുഖ്യമന്ത്രിയോട് എഴുതിയും സംസാരിക്കും ആവശ്യമുള്ള കാര്യങ്ങളും മുഴുവൻ നിർവഹിക്കുമെന്ന് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നമുക്ക് വേണ്ടി സംസാരിച്ചാണ് ഈ മലയോര ജാഥയെ നേരിട്ട് അഭിവാദ്യം ചെയ്യാൻ അവർ കടന്നു വന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ വലിയതായ ഭൂരിപക്ഷത്തിന് ജയിച്ച് ഈ ജനതയുടെ ഓരോ പ്രശ്നങ്ങളിലും കടന്നു വന്ന് സംസാരിക്കാനും ഇടപെടാനും നേതൃത്വം കൊടുത്തു. രാധ മരിച്ചു എന്ന് കേട്ടപ്പോ എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഈ വയനാട്ടിലേക്ക് കടന്നു വന്ന് രാധയുടെ വീട് സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകർന്ന് ആ കുടുംബത്തിന് താങ്ങും തണലുമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ മേപ്പാടിയിൽ എത്തിയിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി അവരെ അഭിവാദ്യം ചെയ്യാൻ, ഏറെ സ്നേഹത്തോടുകൂടി അവരെ ഈ പൊതുസമ്മേളന പരിപാടിയിൽ അഭിവാദ്യം ചെയ്യാൻ ഏറെ സന്തോഷത്തോടുകൂടി അവരെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. I would first of all like to thank all of you for being here. Thank you. You are seeing me after the election. I had come in between to say thank yous, but I didn't come particularly here. I would like to thank all of you for all the work you put in for my election and all the support you have given me. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയാൻ വയനാട്ടിൽ വന്നിരുന്നെങ്കിലും ഇവിടെ പ്രത്യേകമായി കടന്നു വരാൻ എനിക്ക് സാധിച്ചത് ഈ സന്ദർഭത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം നന്ദി പറയാനും അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുന്നു. I would like to congratulate all my colleagues on stage, leaders of the UDF, of the Congress party also, for this particular yatra that they have undertaken. ഈ യാത്ര നേതൃത്വം കൊടുത്തതിനും ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തോടുകൂടി ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിനെയും UDF-നെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. They have been working for the last 10 days to highlight what is one of the major issues of this entire area. നമ്മുടെ മലയോര മേഖലയിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അനാവരണം ചെയ്തും പ്രതിപാദ്യം ചെയ്തും അഭിസംബോധന ചെയ്തുമാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. The issue of man-animal conflict here is a source of great pain and suffering. ഏറ്റവും വലിയ വേദനയും ആഘാതവും ഏൽപ്പിക്കുന്ന ഒരു വിഷയമാണ് വന്യമൃഗ ശല്യം, മനുഷ്യനെതിരായിട്ടുള്ള ആക്രമണം എന്നുള്ളത്. Your livelihoods, especially for farmers, are in danger. I have met farmers who with tears in my eyes have told me that their entire crop has been destroyed. കർഷകരുടെ ജീവനോപാധിയും കാർഷിക വൃത്തിയും കർഷകരുടെ ജീവിതവും ഏറ്റവും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണിത്. അവരുടെ വിളകൾ നശിപ്പിക്കപ്പെടുകയും അവരുടെ പ്രയാസങ്ങളും വേദനവും അതിൻ്റെ കാഠിന്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണിത്. So after all the efforts, all the resources that is put into making your crop successful, you have to face the issue that they may be destroyed by wild animals. കാർഷിക വിളകൾ സമൃദ്ധമായി വളർത്താൻ എല്ലാ പരിശ്രമങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ജീവിതമൊന്ന് മുന്നോട്ട് പോകാൻ നയിക്കുന്നതായ സന്ദർഭത്തിലായിരിക്കും ഈ വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നതും കൊടിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും. And even more importantly,
more than your livelihoods. Many of you face attacks, and your lives themselves are in danger. അതിലേറ്റവും പ്രധാനമായുള്ളത് ജീവനോപാധിയേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം മനുഷ്യ ജീവനെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വേദന അർഹിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. This morning I visited a lady called Radha's house. She had been, day before yesterday, she had been killed by a tiger. ഇന്ന് കാലത്ത് ഞാൻ രാധയുടെ വീട്ടിൽ പോയി. കഴിഞ്ഞ ദിവസമാണ് രാധ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. She was going to collect coffee in a neighboring estate, just 1.5 kilometers from her house. The tiger attacked her and killed her. She has a 25-year-old daughter, 27-year-old son. The family was distraught, they were broken. This young girl lost her mother, young boy lost his mother. വീടിന്റെ 1.25 കിലോമീറ്റർ അപ്പുറത്തുള്ളതായ ഒരു എസ്റ്റേറ്റിൽ കാപ്പി പറിക്കാൻ പോയ സന്ദർഭത്തിലാണ് ഈ ക്രൂരമായിട്ടുള്ള കടുവയുടെ ആക്രമണത്തെ നേരിട്ടത്. ഇന്ന് ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയി. മകനും മകളും ഇന്ന് ഫാമിലി, അവരുടെ കുടുംബമാകെ വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും, ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ തീരാ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ദുഃഖകരമായ മുഹൂർത്തമാണ്. And she is not alone. Unfortunately, in the last 1.5 months, since January itself, 3 people have been killed by elephants, 1 by wild boar and 1 by a tiger. And just yesterday, a leopard attacked another person. രാധ മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസമായി വ്യത്യസ്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ 3 ആളുകളുടെ മരണത്തിന്റെ തീരാവേദനകളാണ് നമ്മൾ ഇന്ന് കേട്ടതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. There are various reasons why this man-animal conflict takes place. ഈ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് പലതായിട്ടുള്ള കാരണങ്ങളുണ്ട്. But at the end of it, however complex this problem is, and we all understand that it is a complex problem, it's not a problem which is easy to resolve because many factors are involved in it. അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതായ ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും സങ്കീർണവും വലിയ പ്രശ്നങ്ങളും ഇടപെട്ടിട്ടുള്ളതായ ഒരു മേഖലയാണ് മനുഷ്യ വന്യജീവി സംഘർഷ മേഖല. But however complex it is, the responsibility for protecting human life is in the hands of the central and the state governments. ഏത് രീതിയിലുള്ള പ്രശ്നമായാലും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും മർമ്മപ്രധാനമായ ചുമതലയാണ്. I met this family, they told me so many things. They said that the fencing was high so the tiger could come through the fencing. They said that for a certain area, in that area where they live, there were only earlier 4 watchmen, forest watchmen, now there are only 2. They said the wages of the watchmen are not enough. ആ കുടുംബം എന്നോട് അവരുടെ വേദനകൾ പറയുന്നതിനിടയിൽ പറഞ്ഞു, ആ പ്രദേശത്ത് ഫെൻസിങ്ങിന്റെ വലിയ കുറവ്, ഫെൻസിങ്ങിനിടയിലൂടെ കടുവ കടന്നു വരുന്നതായിരിക്കുന്ന വന്യമൃഗങ്ങൾ കടന്നു വരുന്നതായ കാര്യങ്ങൾ, ആ വലിയ പ്രദേശത്ത് 4 ഫോറസ്റ്റ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാർ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് കേവലം 2 പേർ മാത്രമാണുള്ളത്. 4 പേർ മതിയാകാത്തിടത്ത് കേവലം 2 പേർക്ക് എങ്ങനെ ആ മേഖല സംരക്ഷിക്കാൻ സാധിക്കും? I understood from them what a difficult position they are in. Every day they have to go back and work in the same place. If they don't work, they don't earn. They are poor. At the same time, every day they fear for their lives. ഓരോ സമയത്തും എങ്ങനെ ജീവൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ പ്രയാസങ്ങളും ആകുലതകളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ പല രീതിയിലുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഭയവും അതിന്റെ പ്രയാസങ്ങളും ആകുലതകളും ഇന്ന് ഈ മേഖലകളിൽ മുഴുവൻ നിഴലിച്ചു നിൽക്കുകയാണ്. Then I went to the district collectorate and I spoke with all the forest officers, all the officers of the collectorate, and we had a long discussion. ഞാൻ അതിനുശേഷം കളക്ടറേറ്റിൽ പോയി. കളക്ടറേറ്റിൽ ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു.
ഈ വിഷയങ്ങൾ അവിടെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു. And I understood from them that they are also trying their best. They are making a big effort to try to protect human life and to try to help and support you as you face this problem. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും നമ്മുടെ മേഖലകൾ സംരക്ഷിക്കാനും അവരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. And I understood that they are also working in very difficult circumstances. അവരും ഒരു പ്രത്യേകമായിട്ടുള്ള വലിയ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. And the main reason for this is that the state and the central government are not prioritizing this issue. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വന്യജീവി സംഘർഷത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ എടുത്തു കാണിക്കുന്നില്ല, അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. The most important thing that they need, the forest officers, the district administration, that you need to protect you from this kind of situation are funds. ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക ജീവനോപാധി മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. അവർ നേരിടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം. They need more guards, they need funds for that, they need more funds for fencing, they need funds to fix the existing trenches and walls. They need money to be able to resolve this issue, to be able to give you protection. പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ, അതോടൊപ്പം പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ, ഫെൻസിങ്ങിന് ആവശ്യമുള്ളതായ വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, നിലവിലുള്ളതായിരിക്കുന്ന ട്രെഞ്ചുകൾ, കുഴികൾ, ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പുതിയതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴിക്കാൻ, എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല. അത് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്ന്. What you are facing is unacceptable. 5 deaths in the matter of 1.5 months is unacceptable. 1.5 മാസത്തിനിടയിൽ 5 മരണം, 5 മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലും സ്വീകരിക്കാൻ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല. And it is not just a problem you are facing here. This problem is faced across these areas of Kerala. നിങ്ങൾ ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നങ്ങളെ നേരിടുകയാണ്. So my question is, when is the state government going to wake up and say this is a priority? When is the central government going to wake up and say this is a priority? We need to immediately send the funds to be able to mitigate this problem. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സന്ദർഭത്തിലാണ്, ഏത് സമയത്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പ്രശ്നത്തെ, വന്യമൃഗാക്രമണം, മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കണം, മനുഷ്യന്റെ ജീവനോപാധികളും കാർഷിക മേഖലയും സംരക്ഷിക്കണമെന്നുള്ള മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് അവർ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. I have understood from the collectorate the kind of funding required. I have also understood the kind of measures they want to take to be able to protect you fully. എനിക്ക് മീറ്റിംഗിൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് അനുഭവബോധ്യമായി. ഏതൊക്കെ രീതിയിൽ ഫണ്ട് വേണം, ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കപ്പെടണം, അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമായി. The parliament session is starting in 2 days. I will take this issue up. I will fight for it. I will highlight it. And I am very happy to see that my colleagues here on stage have been highlighting it for 10 days, have been raising this issue non-stop. We will continue to fight for it. And I hope that after all our efforts, that we are able to wake the government up, whether it's the central government or the state government, and make them see how much you are suffering because of this issue and what can be done to prevent it. പാർലമെന്റ് നടക്കുകയാണ്,
അടുത്തു വരുന്നതായ പാർലമെന്റ് സെഷനിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ഈ നാട്ടിലെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം 10 ദിവസങ്ങളായി ഈ മലയോര ജനതയുടെ ഈ വലിയതായ ജീവൽ പ്രശ്നം എടുത്തു കാണിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയതായ ഒരു പ്രക്ഷോഭ പ്രതിരോധ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതും പ്രത്യേകം അടിവരയിടേണ്ടതുമാണ്. As your representatives, it is our duty to raise your demands, to highlight your issues, and it is also our duty to work together to try to resolve them. So I also said to the district collector that we will make as much effort as we can to help and support any initiative that they take. We are here to help to support all the families who are suffering because of this. And I give you my best wishes for this yatra you have undertaken, all of you who are participating in it. I hope that in this spirit, we will all be able to raise this issue and be able to find reasonable solutions for it, so that more than anything else, human life is protected and you feel safe and you feel confident to go out to work every day. Thank you. പാർലമെന്റിൽ ഈ വലിയ പ്രശ്നം ഉയർത്തി കാണിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയാണ്. നിങ്ങളുടെ പ്രതിനിധി എന്നതിൽ ആ ഉത്തരവാദിത്തം അഭിമാനത്തോടു കൂടി നിർവഹിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ജില്ലാ കലക്ടർ പറഞ്ഞതായ കാര്യങ്ങളിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ ഈ കാര്യം നിർവഹിക്കാൻ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ, സഹായം ആവശ്യമുണ്ടോ, ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ നടപടികൾ കഴിയാവുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ മുഴുവൻ ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജാഥാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാനുള്ള വലിയ പരിശ്രമത്തിൽ നിങ്ങളോടൊപ്പം ജാഗ്രതയോടുകൂടി ഞാൻ ഉണ്ടാകും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. Thank you very much. All the best for the rest of your yatra. നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. I'm learning now. I'm finding a Malayalam teacher. I'm going to tell you more than 2 words next time I come. Some of the seriously injured persons is here. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോവുകയാണ്. ഏറ്റവും ബഹുമാനിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി, പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ നേതാക്കളും എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു മലയോര സമരയാത്രയുമായി ഇറങ്ങിയത് എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ മലയോരത്ത് മുഴുവൻ സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, ഭീതിയാണ്, ഉത്കണ്ഠയാണ്. കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സങ്കടമാണ്, പ്രയാസമാണ്. കാർഷിക മേഖലയിൽ മുഴുവൻ വിലയിടിവാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് പിന്നോക്കം പോകേണ്ട സ്ഥിതിയാണ്. കീടനാശിനിക്കും വളത്തിനുമെല്ലാം വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടാക്കിയിരിക്കും. ബഫർ സോൺ പ്രശ്നം വീണ്ടും ആളുകളെ ഭീതിയിലാഴ്ത്തുന്നു. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വനവിസ്തൃതിയിൽ കേരളം 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29% വനമാണ്. ആ വനസംരക്ഷണം ഉണ്ടാകണം എന്നതിൽ നമുക്ക് ഉറച്ച നിലപാടാണ്. പക്ഷേ വീണ്ടും ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ബത്തേരി ടൗണും കട്ടപ്പന ടൗണും എല്ലാം ബഫർ സോണിൽ വരും. അവിടെ നിന്ന് ആളുകൾക്ക് ജീവിക്കണ്ടേ?
ഇപ്പം അറിയാം, കൃഷി ഏറ്റവും കൂടുതൽ മലയോരത്തുണ്ടായിരുന്നത് കിഴങ്ങ് കൃഷിയാണ്. ചേനയും ചേമ്പും കപ്പയും ഒക്കെ നട്ടിരുന്നു. ഇപ്പോൾ പന്നി വന്ന് അതെല്ലാം ഇല്ലാതാക്കി. കുരങ്ങൻ വന്ന് തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം ഇട്ടുകൊണ്ട് പോകും. ആന വാഴ നശിപ്പിക്കും. കടുവയും പുലിയും കാട്ടുപോത്തും എല്ലാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ പ്രതിപക്ഷം കഴിഞ്ഞ 3.5 വർഷക്കാലമായി നിരവധി പ്രാവശ്യം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ നമ്മൾ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം നിങ്ങളുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സിദ്ദീഖ്, MLA-മാർ, മറ്റ് MLA-മാർ ഉൾപ്പെടെ ഒരു 1/2 ഡസൻ പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര പ്രമേയമായി, അതുപോലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായി, സബ്മിഷനായി എല്ലാം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് നിസ്സംഗതയാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ, പരമ്പരാഗതമായി ചെയ്യുന്നത് വലിയ മതിലുണ്ടാക്കും, കിടങ്ങുണ്ടാക്കും, സൗരോർജ വേലി ഉണ്ടാക്കും, റെയിൽ ഗാർഡ് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 4 കൊല്ലമായി ഈ പിണറായി സർക്കാർ 1 രൂപ ഇക്കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഇവർക്കല്ലാതെ ആർക്ക് പറയാൻ കഴിയും? മന്ത്രിയും ആവർത്തിക്കുന്നു നിയമസഭയിൽ, കുറഞ്ഞു വരികയാണ്. ഈ സർക്കാർ തന്ന കണക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ന മറുപടി ഞങ്ങൾ ഹാജരാക്കി. കഴിഞ്ഞ 6-7 കൊല്ലക്കാലമായി 60,000-ത്തിലധികം വന്യജീവി ആക്രമണം നടക്കുന്നു. 1000-ത്തിലധികം പേർ മരിച്ചു. 8,000-ത്തിലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. എന്നിട്ടും ഗവൺമെന്റ് പറയുന്നു ഇത് കുറയുകയാണ് എന്ന്. ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടിരിക്കുക. കടുവ പിടിച്ചോ, ആന ചവിട്ടിക്കൊന്നോ പോട്ടെ, 4,000-ത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. എന്തൊരു സങ്കടമാണ് ഓരോ കുടുംബത്തിലുമുള്ളത്. എത്രമാത്രം വലിയ പ്രയാസമാണ്. അതിൻ്റെ ഇടയിൽ ഈ കാർഷിക വൃത്തി ഉപജീവനമില്ലാതെ പശുവിനെ കിടന്നാണ് പലരും ജീവിക്കുന്നത്. അതിന് പോലും നിവർത്തിയില്ലാത്ത രീതിയിലേക്ക് മലയോര ജനത സങ്കടക്കടലിലേക്ക് ആണ് ഇപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് പറയാനുള്ളത്, കൃത്യമായ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാനുണ്ട്. പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം ആധുനികമായ സങ്കേതങ്ങൾ കൂടി ഉപയോഗിക്കണം. ഇത് പുതിയ ശാസ്ത്രയുഗമാണ്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവരെ തിരിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, ഹിമാചലിൽ, മധ്യപ്രദേശിൽ ഏറ്റവും വലിയ സങ്കേതമായ സുന്ദർബാൻസിൽ വരെ ഈ സങ്കേതങ്ങൾ ആരംഭിച്ചു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ആധുനികമായ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് വനാതിർത്തിയിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലേക്ക് മൃഗങ്ങൾ വരാതിരിക്കാൻ തടയുന്നത്. ഈ കേരളത്തിലെ ഈ വനം വകുപ്പ് മാത്രം ഇതുവരെ ഇതൊന്നും അന്വേഷിച്ചു പോയിട്ട് പോലുമില്ല. 4 കൊല്ലമായി 1 രൂപ ഒരു കിടങ്ങ് കുഴിക്കാൻ പോലും ഇവർ കൊടുത്തിട്ടില്ല. കേന്ദ്രം വന്യജീവി നിയമത്തിൽ മാറ്റമുണ്ടാക്കണം, ഭേദഗതി ഉണ്ടാക്കണം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള 18 MP-മാരും പാർലമെന്റിൽ അതിനുവേണ്ടി പോരാടും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യാത്ര സാധാരണ രാഷ്ട്രീയ ജാഥകളാണ് നടത്താറുള്ളത്, മുന്നണികൾ. ഞങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ജാഥയല്ല. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. ഈ സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, തീരാറായി ഇവരുടെ ഈ ഭരണം.
ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ പരിഹാരമുണ്ടാക്കും. അതിനു വരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളുടെ MLA പ്രിയങ്കരനായ സിദ്ദിഖ് നിരവധി പ്രാവശ്യം നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയോര ജനതയുടെ സങ്കടങ്ങൾ പറയാൻ ഞങ്ങൾ നിയമസഭയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടാകണം. ഞാൻ മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ മകൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സാർ, ഞാൻ അനാഥയായി. ഇനി ഈ വയനാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്യജീവി ആക്രമണമുണ്ടായി ഒരു കുഞ്ഞ് എന്നെ പോലെ അനാഥയാകില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അതുപോലുള്ള സങ്കടങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടുന്നത്. ഈ ഗവൺമെന്റിന് അവഗണനയാണ്. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വനനിയമം കൊണ്ടുവരാൻ പോയി. ആ വനനിയമം വനപാലകർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്ന നിയമമായിരുന്നു. ഈ യാത്രയുടെ ഒന്നാമത്തെ ആവശ്യം ആ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കുക എന്നതാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച് 5 ദിവസത്തിനുള്ളിൽ ഈ സർക്കാർ അത് പിൻവലിച്ചുകൊണ്ട് ഓടി. ഈ ജാഥയുടെ ആദ്യത്തെ വിജയം ആ വനനിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചത്. അതുപോലെ ഈ ജാഥയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. യോഗത്തിന് നന്ദി പറയാൻ സലീം മാമന, അഡ്വക്കേറ്റ് TJ ഐസക്. നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രൗഢഗംഭീരമായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമര ജാഥയിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ജാഥ ക്യാപ്റ്റൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള മുഴുവൻ നേതാക്കൾക്കും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ UDF പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.